നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരീഷ്. നമസ്കാരം. 60കളിലൊക്കെ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യ ചീന ഭായ് ഭായ് എന്നൊരൊറ്റ പ്രിൻസിപ്പിളിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അതിർത്തിയിൽ നമുക്ക് വലിയ വികസനമൊന്നും ഉണ്ടായില്ല. അതിർത്തിയിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലുണ്ടാകുന്നൊരു സെക്യൂരിറ്റി മെഷറാണല്ലോ മറ്റ് ഭാഗത്തേക്ക് വരുന്നത്. അതിൻ്റെ അടുത്ത പടിയാണ് താഴേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ലഡാക്കിലടക്കം 4 വരി പാതകൾ നിർമ്മിക്കുന്നു. അവിടെ വിമാനമിറങ്ങാനുള്ള എയർബേസ് ഉണ്ടാക്കുന്നു. ഈ ദേശീയ പാതയിൽ തന്നെ ഹെലികോപ്റ്ററും വിമാനവും യഥേഷ്ടം ലാൻഡ് ചെയ്യുന്നു, ടേക്ക് ഓഫ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അതിർത്തികളിൽ, പടിഞ്ഞാറൻ അതിർത്തികളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ റോഡുകൾ, അതടക്കമുള്ള റോഡുകൾ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് അതിൻ്റെ കണക്കെടുത്ത് നമുക്കറിയാം, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിലാണ് ഈ റോഡ് നിർമ്മാണത്തിൽ, അല്ലെങ്കിൽ റോഡിൻ്റെ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ആ ഒരു കണക്കിലൊക്കെ നമ്മൾ അതിലും മുന്നിലാണ്. അതെ. എന്തൊക്കെയാണ് പുതിയ കണക്കുകൾ? നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് നെറ്റ്വർക്കുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ 67 ലക്ഷം കിലോമീറ്ററാണ് ഇന്ത്യയുടെ മുഴുവൻ റോഡ്. അത് അമേരിക്കയേക്കാൾ വലുതെന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് 65,86,610 കിലോമീറ്ററാണ് അമേരിക്കയുടെ ടോട്ടൽ റോഡ് നെറ്റ്വർക്ക്. ഇത്രയും ഏരിയയുള്ള, അതെ, ഇത്രയും ഭൂവിസ്തൃതിയുള്ള, ഇന്ത്യയേക്കാൾ ഭൂവിസ്തൃതിയുള്ള നമ്മൾ ഹോളിവുഡ് സിനിമകളെ കാണാറുണ്ട്. ഈ ലോങ് ഏറ്റവും കൂടുതൽ ഇവിടെ നോക്കിയാൽ അങ്ങറ്റം ഒരു 2 കിലോമീറ്റർ അപ്പുറം കാണാം. അതെ 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 അത്രമേൽ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള നല്ല റോഡ് സംവിധാനം ഉള്ള അമേരിക്ക പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഒരു കുതിപ്പ് എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ചൈന ഇന്ത്യയേക്കാൾ വലിയ രാജ്യമാണ്. ചൈനയ്ക്ക് ഈ പറഞ്ഞ പോലെ 54 ലക്ഷം കിലോമീറ്റർ മാത്രമേ ചൈനയ്ക്കും ഉള്ളൂ. അതോടൊപ്പം അതിനേക്കാൾ കുറവാണ് പിന്നീട് ബ്രസീൽ, റഷ്യ, അങ്ങനെ പോകുന്നു. ഇന്ത്യ റഷ്യയും അതോടൊപ്പം തന്നെ ബ്രസീലിനെയൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ദൂരം ഇന്ത്യക്ക് റോഡ് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ 4 വരി പാതകളിലും ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. അതിൽ ചൈനയ്ക്ക് ഒരു മേൽക്കൈയുണ്ട്, അമേരിക്കയ്ക്ക് മേൽക്കൈയുണ്ട്. പക്ഷേ അവിടെയും ഇന്ത്യക്ക് 3-ാം സ്ഥാനത്താണ്. ജപ്പാൻ്റെ ഇരട്ടി റോഡ് സംവിധാനമുണ്ട് 4 വരി പാതകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ വലിയ പുരോഗതിയാണ് കൈവരിക്കുന്നത്. വലിയ നേട്ടങ്ങളിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ളത് നമുക്ക് വലിയ അസൂയ. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് ബോർഡർ റോഡുകൾ പരിഷ്കരിക്കുന്നതിൽ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആൻ്റണിയുടെയൊക്കെ സമയത്ത് ബോർഡർ റോഡുകൾ നിർമ്മിക്കുന്നതിൽ, അല്ലെങ്കിൽ ചൈന നമ്മളെ ആക്രമിച്ചാലോ, ചൈനയ്ക്ക് ദേഷ്യം വന്നാലോ, അതിനു മുന്നേ ചൈനയെ പിണക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിർത്തി റോഡുകൾ നിർമ്മിച്ചിരുന്നില്ല ഇന്ത്യ. അതോടൊപ്പം തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതീവ പരിതാപകരമായ അവസ്ഥയായിരുന്നു. സൈക്കിൾ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവിടെയുള്ള പ്രദേശങ്ങൾ. ആ സ്ഥാനത്താണ് ഇന്ന് ദിബ്രുഗഡിലൊക്കെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഈ രീതിയിൽ ഇന്ത്യ ബഹുദൂരം വളരെയധികം പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 2040 ഭാരതം ലോകത്തിലെ 2050 ഭാരതം ലോകത്തിലെ ഏറ്റവും 1-ാം നമ്പർ GDP നോമിനൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഭാരതം ഇൻഫ്രാസ്ട്രക്ചറിൽ മുന്നേറ്റം തുടരുന്നു, പ്രതിരോധ സംവിധാനങ്ങളിൽ മുന്നേറാൻ പോകുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനം ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 2-ാം സ്ഥാനത്താണ്. അമേരിക്ക കഴിഞ്ഞ് അടുത്ത 2-ാം സ്ഥാനത്താണ് ഭാരതം. അപ്പോൾ ടെക്നിക്കലി അമേരിക്കയുടെ ചില വിങ്ങുകൾ, ഇപ്പോൾ എയർഫോഴ്സ്, അങ്ങനെ ചില വിങ്ങുകൾ ഇന്ത്യയേക്കാൾ കൂടുതലാണ്. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് 2-ാം സ്ഥാനത്ത്. അപ്പോൾ ടെക്നിക്കലി അല്ല, ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ രാജ്യമെന്ന നിലയിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യൻ എയർഫോഴ്സ് എണ്ണത്തിൽ ക്വാളിറ്റിയിലും. എണ്ണത്തിലെന്നല്ല, ക്വാളിറ്റിയിൽ ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ എയർക്രാഫ്റ്റുകളുടെ എണ്ണമുണ്ട്, പക്ഷേ ക്വാളിറ്റിയിൽ ഇന്ത്യയാണ് മുന്നേറ്റം. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യ എല്ലാ തലത്തിലേക്കും ഒരു വികസന കുതിപ്പാണ് നടത്തുന്നത്. ഒരു മേഖലയിലല്ല, എല്ലാ മേഖലയിലേക്കും ആ വികസനം സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു തലത്തിൽ വരുമ്പോൾ നമ്മുടെ റോഡുകൾ, മറ്റ് ബോർഡർ റോഡ്സ് ആയാലും, നമ്മുടെ അകത്തെ നാഷണൽ ഹൈവേസ്, സ്റ്റേറ്റ് ഹൈവേസ്, ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. വികസിത ഭാരതം 2047 ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു വിഷനായിരുന്നു. ഈ റോഡുകൾ ഇങ്ങനെ വികസിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സാമ്പത്തിക വളർച്ച പ്ലസ് ഈ സൈനികപരമായ നീക്കങ്ങൾ ഇതിനൊക്കെ എത്രത്തോളം സഹായിക്കുക?
അല്ല, തീർച്ചയായും സൈനികവും സാമ്പത്തികത്തിനാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നത്. കാരണം നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുകയുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നാലേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബൗദ്ധിക മൂലധനം കൂടുതലായി ചിലവഴിച്ചുകൊണ്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. രാജ്യത്തിൻ്റെ സാമ്പത്തിക സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറും. അപ്പോൾ ആ രീതിയിൽ റോഡ് സംവിധാനമാണ് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. അത് ഭാരതത്തിനുണ്ട് എന്നുള്ളതാണ്. 2010 ഭാരതത്തെ കളിയാക്കിയിരുന്നു ലോകം. നമുക്ക് സോഷ്യൽ മീഡിയയൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് 2012 ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ റോഡുകളെ അങ്ങേയറ്റം കളിയാക്കിക്കൊണ്ടാണ് പല പോസ്റ്റുകളും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ സംവിധാനം മാറി, ആ ഒരു രീതിയിലുള്ള കളിയാക്കലുകൾ കുറഞ്ഞു. നമ്മുടെ റോഡ് നിർമ്മാണം വളരെയധികം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേകൾ ദൈനംദിനം നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാനൊരു റീൽ കണ്ടു. റീലൊരു ഇൻ്റർവ്യൂ ആണ്. അതിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വ്യവസായ സംരംഭകൻ്റെ ആ റീലാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് 1 മാസം കഴിയുമ്പോൾ പുതിയ റോഡുകൾ, ചില സ്ഥലങ്ങളിലേക്ക് പോയ പുതിയ പാലങ്ങളുണ്ടാവും, ആ സ്ഥലം പോലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. ആ രീതിയിലേക്ക് നമ്മുടെ നാട് മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുമ്പേ ആയിരുന്നുവെങ്കിൽ നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്തെ ഫ്ലൈ ഓവർ എത്ര വർഷം കൊണ്ടാണ് എടുത്തിരുന്നത്. ശാപമോക്ഷം കിട്ടുമോ കുരുവിള എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇടയിൽ പോസ്റ്റർ പതിപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അണ്ടർപാസ്, എത്ര വർഷം എടുത്തിട്ടാണ് അണ്ടർപാസ് നിർമ്മിച്ചത്. പക്ഷേ ഇന്നാണെങ്കിൽ അങ്ങനെയാണോ സ്ഥിതി? നമ്മൾ വളരെ പെട്ടെന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്റ്റേറ്റ് ഹൈവേകളും നാഷണൽ ഹൈവേകളും മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ മറ്റ് റോഡ് നെറ്റ്വർക്കൊക്കെ നമ്മൾ ഈ മണ്ണ് പറക്കും. നമ്മൾ കാറൊക്കെ പോകുന്ന സമയത്ത് റോഡില്ലാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ ഗ്രാമീണ ചെമ്മൺ പാതയിലൂടെ പോകുന്നൊരു അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കുന്നത് പ്രധാനമന്ത്രി സഡക് യോജനയിൽ കൂടി വാജ്പേയിയുടെ സമയത്താണ്. അത് ഇന്ത്യ ഇന്ന് കാണുന്ന പുരോഗതിയുടെയൊക്കെ ഒരു വലിയ ബേസ്. ഇപ്പം ഇന്ത്യയുടെ സാമ്പത്തിക ശൈലി മാറുന്നത് നമുക്ക് 92 കാലത്താണെന്ന് നമുക്കറിയാം. പക്ഷേ ആ സാമ്പത്തിക ശൈലി പോലും സമ്മർദ്ദത്തിനൊടുവിലാണ് അങ്ങനെ ഒരു ശൈലി മാറ്റം വന്നത്. പക്ഷേ ശരിയായ രീതിയിൽ ഇന്ന് കാണുന്ന പുരോഗതിയുടെയൊക്കെ ബേസ്മെൻ്റ് ഉണ്ടാകുന്നത് 1998-2000 കാലത്താണ്. ഏത് രീതിയിലായാലും, ഇപ്പോൾ പ്രധാനമന്ത്രി സഡക് യോജനയായാലും, അതോടൊപ്പം തന്നെ നമുക്കിന്ന് മൊബൈൽ എല്ലാവരുടെ കയ്യിലും എത്തുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ നയവ്യതിയാനത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത്. ഡിജിറ്റൽ ഇന്ത്യ അതെ തുടക്കം കുറിക്കുന്നത് ആ ഒരു നമ്മുടെ മൊബൈൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്താണ്. പിന്നീട് മോദി വന്നപ്പോഴത്തേക്കും അത് വളരെ സ്പീഡാക്കി മാറ്റി. ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ ഗ്യാപ്പ് ചില കാര്യങ്ങളിൽ നമുക്കുണ്ടായിരുന്നു. യു പി എ ഭരണകാലത്തുണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ്, അപ്പോൾ ആ 10 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ബൂസ്റ്റപ്പ് വലിയ രീതിയിൽ നടക്കാത്തത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇപ്പോൾ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറ്റുന്നു, നമുക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകുന്നു, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നു. നമ്മുടെ ലേബർ ഫോഴ്സ്, അതായത് നമുക്ക് ആവറേജ് ഏജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഭാരതമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം, അത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പത്താണ്. ആ സമ്പത്തിനെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ശരിക്കും നമ്മുടെ ഈ റോഡ് മാർഗമുള്ള വികസനം, ഈ വികസനം നമ്മുടെ ഭാരതത്തിന് നമ്പർ 1 സാമ്പത്തിക ശക്തിയായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചൈനയായാലും പാകിസ്ഥാൻ റോഡ്, നമ്മുടെ ഇന്ത്യൻ റോഡ് സൈറ്റിൽ ബന്ധമില്ല. പക്ഷേ ലഡാക്കിലൊക്കെ ഇന്ത്യൻ റോഡും ചൈനയുടെ അതിർത്തിയോടൊക്കെ ചേർന്നിട്ട് അല്ലേ, അവരുടെ വൻ എയർബേസൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ ഇന്ത്യ ചൈന ഒരു സാമ്പത്തിക ഇടനാഴിയായിട്ടൊക്കെ മാറാൻ കാരണം റഷ്യയിൽ നിന്നും ഒരു കോറിഡോർ, ഒരു തീവണ്ടി പാത അടക്കം ഇന്ത്യയിലേക്ക്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഉണ്ട്. അത് യൂറോപ്പിലേക്ക് അത് റോഡ് മാർഗം പോകുന്നു. റഷ്യയിൽ നിന്നും റെയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാടിൻ്റെ ഒരു വികസനം മൊത്തത്തിൽ ഒരു 2047 ശരിയാവുന്നൊരു അവസ്ഥ. അതായത് ഈ യൂറോപ്യൻ സെൻട്രിക്, അമേരിക്കൻ സെൻട്രിക് ആയിട്ടുള്ള ലോകക്രമത്തിൽ നിന്ന് ഒരു ഇന്ത്യൻ സെൻട്രിക് ലോകക്രമത്തിലേക്ക് മാറുകയാണ്. എസ് ജയശങ്കർ തന്നെ, അതായത് ഇന്ത്യ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു ലോക വ്യതിയാനം ഉണ്ടാവുകയാണ്. നേരത്തെ അമേരിക്കയെ അല്ലെങ്കിൽ യൂറോപ്പിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന മാറ്റം പുരാതന കാലഘട്ടത്തിൽ അത് ഭാരതമായിരുന്നു. പക്ഷേ പിന്നീട് അത് ഭാരതത്തിൻ്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു.
യൂറോപ്യൻ മേഖലയിൽ. ഇപ്പം അത് തിരിച്ച് വീണ്ടും ഭാരതത്തിലേക്ക് വരികയാണ്. ഭാരതത്തെ പണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതെ. പേർഷ്യ നിയന്ത്രിച്ച് നമ്മളെ അതെ 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 പേർഷ്യ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ആ, ഇറാൻ മേഖലയിൽ അപ്പോൾ ഈ നമ്മുടെ ഈ പേർഷ്യ ആയാലും അതോടൊപ്പം തന്നെ ഗ്രീസ് ആയാലും ഇവിടെയൊക്കെ ഈ ദ്രവ്യങ്ങൾ എത്തുന്നത് ഭാരതത്തിൽ നിന്നായിരുന്നു. ഭാരതമാണ് ഇതിൻ്റെ വിപണനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നത്. അപ്പോൾ ചൈനയാണെങ്കിലും ചൈനയുടെ സിൽക്ക് റോഡ് ഉണ്ടായിരുന്ന ആ സിൽക്ക് റോഡ് ഭാരതത്തിലേക്ക് ചൈനീസ് സാധനങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഭാരതത്തിൽ നിന്നാണ് പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിയിരുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ ലോക വിപണിയെ നിയന്ത്രിച്ചിരുന്നത് ഭാരതമായിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭാരതത്തിൽ നിന്ന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അത് യൂറോപ്പിൻ്റെ പല ശക്തികളും കേന്ദ്രീകരിച്ച് ഡച്ച് ഉണ്ടായി, ബ്രിട്ടൻ ഉണ്ടായി, ഫ്രാൻസ് ഉണ്ടായി, ഇങ്ങനെ പല ശക്തികളും കേന്ദ്രീകരിച്ചുണ്ടായി. അപ്പോൾ പോർച്ചുഗീസ് ഉണ്ടായി. അപ്പോൾ പിന്നീട് അത് അമേരിക്കയായി. ഇത് വീണ്ടും ഭാരതത്തിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഇന്നിൻ്റെ ഒരു വികസന കുതിപ്പിൻ്റെ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിൻ്റെ കാര്യത്തിലായാലും ഏത് സംരംഭത്തിൻ്റെ കാര്യത്തിലായാലും അത് ലോകത്തിൻ്റെ മുഴുവനായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലേക്ക് റോഡ് സംവിധാനം മാറുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിൽ നിന്ന് BRIയിൽ നിന്ന് ചൈനയുടെ BRIയിൽ നിന്ന് പല രാജ്യങ്ങളും പുറത്തേക്ക് പോയി. കാരണം ചൈന ഒരു അധിനിവേശ ശക്തിയാണ്, ഒരു സാമ്രാജ്യത്വ അധിനിവേശം വച്ചു പുലർത്തുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യവുമായിട്ട് കൂടി യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ, അതായത് കൂടി യോജിക്കുന്ന ഏത് രാജ്യമാണോ ആ രാജ്യത്തിൻ്റെ താത്പര്യങ്ങൾ ബലികഴിക്കപ്പെടും. പക്ഷെ ഭാരതത്തെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വിശ്വാസമാണ്. ഇപ്പോൾ അമേരിക്കയ്ക്കായാലും നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ ഷാങ്ക്രി-ല ഡയലോഗുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നു. അതായത് പാകിസ്ഥാൻ്റെ ഒരു മാധ്യമ പ്രവർത്തക US ഡിഫൻസ് സെക്രട്ടറി ഹെക്സത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്ത്യ അഗ്നി 6 പരീക്ഷിക്കാൻ പോകുന്നു, എത്രമാത്രം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 6 എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എന്തുകൊണ്ടൊരു വാക്ക് പോലും ഇന്ത്യക്കെതിരെ പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പം അതിന് മറുപടിയായിട്ട് ഹെക്സത്ത് പറയുന്നത്, നമുക്കറിയാം, അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് അറിയാം, പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, നിങ്ങളെ ഭയപ്പെടുന്നത് പോലെ ഞങ്ങൾക്ക് ഭാരതത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, ആവശ്യമില്ലാതെ ആരുടെയും വിഷയങ്ങളിൽ ഭാരതം കയറി ഇടപെടില്ല എന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് ഹെക്സത്ത്. അപ്പോൾ ആ രീതിയിൽ ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഭാരതത്തെ വിശ്വാസമാണെന്നുള്ളത്, അത് യൂറോപ്പിനായിക്കോട്ടെ, ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ വസുദൈവ കുടുംബകം ഏറ്റു ചൊല്ലുന്നു, നമസ്കാരം പറയുന്നു, യോഗ പറയും. ഭാരതത്തിൻ്റെ സോഫ്റ്റ് പവർ ഇന്ന് ലോകത്തിലെ 1-ാം നമ്പർ സോഫ്റ്റ് പവറാണ്. മോദി തന്നെ ലോകത്തിലെ ഒരു മികച്ച സോഫ്റ്റ് പവറിൽ ഒന്നാണ്, ബ്രാൻഡാണ് മോദി. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോളിവുഡ്. അപ്പോൾ ഈ ഭാരതം അതിൻ്റെ കുതിപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും കൂടെ വളരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും. എന്തായാലും നമ്മളുടെ യാത്രാ വിമാനം നിർമ്മിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാ തീവണ്ടി നിർമ്മാണമായാലും തീവണ്ടി എഞ്ചിനായാലും അല്ലെങ്കിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളായാലും ഒക്കെ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ കരമാർഗമുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിലായാലും ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാൻ 2047 മുമ്പ് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ ലക്ഷ്യം, വികസിത ഭാരതം എന്ന ലക്ഷ്യം നിറവേറ്റുമെന്ന് കാത്തിരുന്ന് കാണാം.